ക്രൂരവുമായിരുന്നു, വളരെ ദയനീയമായ കാഴ്ചകളായിരുന്നു. അവിടുത്തെ വീഡിയോ കാസറ്റുകളൊക്കെ, അത് വീഡിയോ കാസറ്റാണ്. ഈ അയോധ്യയിൽ നടന്ന സംഭവം ചിത്രീകരിച്ച വെടിവയ്പ്പിൻ്റെയും സരയൂ നദിയിൽ നിന്നും ശവം മുങ്ങിയെടുക്കുന്നതിൻ്റെ കല്ല് കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു പല മൃതദേഹങ്ങളും. അത് നമ്മുടെ സ്വയം സേവകർ മുങ്ങിയെടുക്കുന്ന കുറേ അതിൻ്റെ ഇപ്പോഴും ഉണ്ട് ആ ഫുട്ടേജസ്. ഒരുപക്ഷെ പിന്നീട് ആ ഒരു സംഘബന്ധം ശക്തമാകുന്നതിന് പ്രചോദനമായി. തീർച്ചയായിട്ടും. അപ്പം അന്നാണ് പിന്നെ നമ്മൾ ഈ രാം ജന്മഭൂമി വിഷയത്തെപ്പറ്റി പഠിക്കുന്നതും അത് ചെറിയ പ്രായത്തിൽ തന്നെ ഇത് മനസ്സിലായത് അപ്പോഴാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അതൊക്കെ ഈ കാസറ്റ് കൊണ്ടിട്ട് അമ്മമാരൊക്കെ ഇങ്ങനെ കരയുന്നത് അത്ര ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അത്ര ഭയാനകമായിരുന്നു ആ ദൃശ്യങ്ങൾ. പിന്നെ ആ കുടുംബമായിട്ട് വലിയ ബന്ധമില്ലാതായി. പിന്നീട് അങ്ങനെ മുറിഞ്ഞു പോകാനുണ്ട്. അന്ന് കഴുകനൊക്കെ ഇങ്ങനെ മൃതദേഹ ശരീരങ്ങൾ കൊത്തി വലിക്കുന്നത്, സരയൂ നദിയിൽ നിന്ന് അഴുകിയ ബോഡി നമ്മുടെ സ്വയംസേവർ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. 2 കാലിലും കഴുത്തിലും കല്ല്. അപ്പോൾ അങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ കല്ല് കാണും. അപ്പോൾ അത് മനഃപൂർവ്വം മുലായം സിംഗ് യാദവ് അവരെ വെടിവെച്ച് അതിൽ കെട്ടിത്താക്കുകയായിരുന്നു സരയൂവിൽ.